ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ ഇന്നത്തോടുകൂടി പൂർത്തിയായിട്ടുണ്ട്. നമുക്കറിയാം, ഒന്നാം സ്ഥാനക്കാരായിക്കൊണ്ട് യോഗ്യത കരസ്ഥമാക്കിയത് അർജന്റീനയാണ്. അർജന്റീനയെ കൂടാതെ ഇക്വഡോർ, കൊളംബിയ, ഉറുഗ്വ, ബ്രസീൽ, പരാഗ്വ എന്നിവരൊക്കെ വേൾഡ് കപ്പ് യോഗ്യത സൗത്ത് അമേരിക്കയിൽ നിന്നും സ്വന്തമാക്കിയിട്ടുണ്ട്. അതേസമയം ബൊളീവിയ 7ാം സ്ഥാനമാണ് നേടിയിട്ടുള്ളത്. അതായത് പ്ലേ ഓഫ് മത്സരം അവർക്ക് കളിക്കേണ്ടി വരികയാണ്. ഏതായാലും വളരെ രസകരമായ ഒരു കാര്യം കൂടി ഇവിടെ അവതരിപ്പിക്കാനുണ്ട്. അതായത് സൗത്ത് അമേരിക്കയിൽ നിന്നും 6 ടീമുകൾ വേൾഡ് കപ്പിന് യോഗ്യത നേടിയപ്പോൾ അതിൽ 5 ടീമുകളെയും പരിശീലിപ്പിക്കുന്നത് അർജന്റീൻ പരിശീലകരാണ്. അതിൽ വ്യത്യസ്തമായി നിൽക്കുന്നത് ബ്രസീൽ മാത്രമാണ്. ബ്രസീലിനെ പരിശീലിപ്പിക്കുന്നത് ഇറ്റാലിയൻ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയാണ്. ബാക്കിയുള്ള 5 ടീമുകളുടെയും പരിശീലകർ അർജന്റീനയിൽ നിന്നുള്ളവരാണ്. അർജന്റീനയുടെ പരിശീലകൻ മറ്റാരുമല്ല, ലയണൽ സ്കലോണിയാണ്. നിലവിലെ വേൾഡ് കപ്പ് ജേതാവാണ് ഈ ഒരു അർജന്റീൻ പരിശീലകൻ. ഇനി 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഇക്വഡോറാണ്. ഇക്വഡോറിനെ പരിശീലിപ്പിക്കുന്നത് അർജന്റീൻ പരിശീലകനായ സെബാസ്റ്റ്യൻ ബക്കാച്ചീസെ എന്ന പരിശീലകനാണ്. അതായത് അർജന്റീനയെ ഇന്ന് പരാജയപ്പെടുത്തിയത് അർജന്റീൻ പരിശീലകനായ സെബാസ്റ്റ്യൻ ആണ്. ഇനി അടുത്തതായിക്കൊണ്ട് കൊളംബിയ വരുന്നു. കൊളംബിയ മികച്ച പ്രകടനം ഇപ്പോൾ നടത്തുന്നു. അവരെ പരിശീലിപ്പിക്കുന്നത് മറ്റൊരു അർജന്റീൻ പരിശീലകനായ നെസ്റ്റർ ലോറൻസോ എന്ന പരിശീലകനാണ്. അതിനുശേഷം ഉറുഗ്വ വരുന്നു. പ്രശസ്ത പരിശീലകനായ മാഴ്സലോ ബിയൽസയാണ് ഉറുഗ്വയുടെ നിലവിലെ പരിശീലകനായി കൊണ്ടുവരുന്നത്. ഇനി പരാഗ്വയെ പരിശീലിപ്പിക്കുന്നത് മറ്റാരുമല്ല, ഗുസ്താവോ അൽഫാരോയാണ്. വളരെയധികം പ്രശസ്തനായ ഒരു പരിശീലകനാണ് ഗുസ്താവോ അൽഫാരോ. അദ്ദേഹത്തിന്റെ ടീമും ഇപ്പോൾ വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടുണ്ട്. അതായത് അർജന്റീൻ പരിശീലകർ വാഴുന്ന ഒരു കാലമാണ് ഇത്. അർജന്റീൻ പരിശീലകരാണ് ഇപ്പോൾ സൗത്ത് അമേരിക്കയിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.